രജനീകാന്ത് ഇനി ഒരു 50 വർഷം കൂടി അഭിനയിക്കും. വരാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ആരോഗ്യനില കാരണം രജനീകാന്തിന് തൻ്റെ അഭിനയം എന്തായാലും നിർത്തേണ്ട ഒരു അവസ്ഥ വരും. അന്ന് പുതിയ ഒരു ഏജൻസി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് രജനീകാന്തിനെ കാണാൻ വരുന്നു. എന്നിട്ട് ഒരു കരാർ സൈൻ ചെയ്യുന്നു. രജനീകാന്തിൻ്റെ ജീവിതകാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ AI ബോഡി, ഫേഷ്യൽ ഫീച്ചേഴ്സ്, മാനറിസംസ് തുടങ്ങി ശബ്ദം വരെ ഉപയോഗിക്കാൻ ഈ ഏജൻസിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് കരാർ. ഇനി അഥവാ മറ്റാർക്കെങ്കിലും ഇത് സിനിമയിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ഏജൻസിയുടെ സമ്മതം വേണം. ആ സമ്മതം കിട്ടാൻ ഈ ഏജൻസിക്ക് അവർ ആവശ്യപ്പെടുന്ന പ്രതിഫലം കൊടുക്കേണ്ടി വരും. അതിപ്പോൾ എത്ര കോടികളായാലും. എന്നാൽ ഈ ഒരു ഐറ്റം വെച്ച് ഇവർക്ക് എത്ര നാൾ സർവേ ചെയ്യാൻ പറ്റും? പ്രേക്ഷകർക്ക് ഇത് കണ്ട് കണ്ട് മടുപ്പ് വരില്ലേ? അവിടെയാണ് ഇതിൻ്റെ അടുത്ത സ്റ്റേജ്. രജനീകാന്തിൻ്റെ AI ഇവിടെ ഹിറ്റായി എന്ന് കണ്ടാൽ ഇതുപോലെ മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെയും AI റൈറ്റ്സ് ഇവർ സൈൻ ചെയ്ത് കരാറുണ്ടാക്കി സ്വന്തമാക്കും. പിന്നീട് ഇവിടെ നടക്കാൻ പോകുന്നത് AI സൂപ്പർ സ്റ്റാറുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഇത് ഇവിടെ ഒരു ട്രെൻഡായി മാറുന്നത് കൂടി ഇതുപോലെ മറ്റു ഏജൻസികളും പൊന്തി വരും. ഈ ഏജൻസികൾ ആദ്യം തുടങ്ങിയ ഈ ഏജൻസിയുമായി മത്സരം തുടങ്ങും. എന്നാൽ ഫസ്റ്റ് മൂവ് നടത്തിയത് ആരാണോ അവരായിരിക്കും ഇവിടുത്തെ ഒരു മൊണോപോളി പവറായിട്ട് മാറാൻ പോകുന്നത്. കാരണം ഇത് മുൻകൂട്ടി കണ്ട് അവർ ഓൾറെഡി എല്ലാ പോപ്പുലർ സൂപ്പർ സ്റ്റാർസിൻ്റെയും റൈറ്റ്സ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റിയുടെ മൊണോപ്പൊളി KSEB അടക്കി ഭരിച്ചത് പോലെ, അല്ലെങ്കിൽ റാഞ്ചിറാവു ഫിലിം സിറ്റി പോലെ ഇതിലെ ഏറ്റവും വലിയ വമ്പൻ ഈ ആദ്യം മൂവ് നടത്തിയ ആളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഏജൻസി ആയിരിക്കും. എന്നാൽ ഇന്നത്തെ ഈ സൂപ്പർ സ്റ്റാർസിനെ അന്ന് ആവശ്യമുണ്ടാവും, അവർ അന്ന് ഹിറ്റാവും. അവിടെയാണ് ഇത് നടക്കാൻ ഉള്ള വലിയ മറ്റൊരു സാധ്യത. കാരണം വരും കാലങ്ങളിൽ മുഴുവനായും AI കൊണ്ട് നിർമ്മിക്കപ്പെട്ട സിനിമകളാണ് വരാനിരിക്കുന്നത്. ആ കാലഘട്ടം നമ്മളുടെ തൊട്ടു മുമ്പിലാണ് വന്നു നിൽക്കുന്നത്. അന്ന് സിനിമയിലെ കഥാപാത്രങ്ങളെ മുഴുവനും ആയി അവതരിപ്പിക്കുന്നത് ഈ AI ക്യാരക്ടേഴ്സ് ആയിരിക്കും. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് യഥാർത്ഥ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയുടെ മുഖസാദൃശ്യം വരികയോ ആ വ്യക്തി തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ മുഖം ഈ സിനിമയിൽ AI ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നിയമപരമായോ അല്ലാതെയോ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത് സിനിമാക്കാർക്ക് ഒരു തലവേദനയാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു കാലമാണ് ഈ AI ഫിലിം കാലഘട്ടം. ഇത് പരിഹരിക്കാനായി എന്തായാലും സിനിമാക്കാർ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാം. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി ഈ സിനിമാക്കാർ തൻ്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രത്തിൻ്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ യഥാർത്ഥ ജീവിതത്തിൽ കണ്ടുപിടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രാക്ട്, അതായത് അവരുടെ മുഖം ഞങ്ങൾക്ക് AI വെച്ച് ഉപയോഗിക്കാം എന്നൊരു റൈറ്റ് സൈൻ ചെയ്ത് വാങ്ങുകയും അവർക്ക് പണം കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഇതായിരിക്കും അവർ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്കൊരു ചിന്ത വരികയാണ്, എന്തിന് പുതിയ ആൾക്കാരെ ഉപയോഗിക്കണം? ഒരുപാട് വളരെ വലിയ സ്റ്റാർഡം ഉണ്ടായിരുന്ന സൂപ്പർ സ്റ്റാറുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൂടാ, അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് AI ഉപയോഗിച്ചുകൂടാ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ചർച്ച വരും. തീർച്ചയായും അങ്ങനെ ഒരു ചർച്ച വരും. കൂലിയുടെ ഫ്ലാഷ് ബാക്ക് സീൻ കണ്ടവർക്കറിയാം. രജനീകാന്തിൻ്റെ യങ്ങർ വേഷം കാണിക്കുന്ന സമയത്ത് ആ ഒരു ഓറ എത്രമാത്രം ഉണ്ടെന്ന്. അതുപോലെ ഇന്ന് നമ്മളുടെ പല സൂപ്പർ സ്റ്റാർസിൻ്റെയും യങ്ങർ വേർഷൻ AI വഴി കൊണ്ടുവന്ന് ഇന്നത്തെ ക്വാളിറ്റിയുള്ള ഒരു തിരക്കഥയിലും ഇന്നത്തെ ക്വാളിറ്റി മേക്കിങ്ങിലും കൊണ്ടുവച്ചാൽ അതുണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ WWE 2K ഗെയിംസിൽ പഴയ സൂപ്പർ സ്റ്റാറുകളുടെ എൻട്രി അവർ ട്രെയിലറിൽ ആഡ് ചെയ്യുന്നത് കാണാം. ഇത് തീർച്ചയായും അവർക്ക് ഇതുകൊണ്ടൊരു ഹൈപ്പ് കിട്ടുമെന്നറിയുന്നത് കൊണ്ടാണ് അത് വയ്ക്കുന്നത്. അതേപോലെ ഇപ്പോൾ GTA ഒരു പുതിയ ഒരു സീക്വൽ വരികയാണ്. അതിൽ ടോമി വേഴ്സിറ്റി എന്ന ആ പഴയ കഥാപാത്രം തിരിച്ചു വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ഹൈപ്പ് എത്രയായിരിക്കും? ഇതേ കാര്യങ്ങൾ ഇവിടെയും വർക്കാവും. അതായത് ഇനി ഇത് ലീഗലി പോസിബിൾ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് ഇവിടെ നേരിടാൻ സാധ്യതയുള്ളത്? അതിൽ ഒന്നാമത്തെ കാര്യം, ഈ കോൺട്രാക്റ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റു അംഗങ്ങൾക്കോ ഇതിൽ ഇടപെടാൻ പറ്റും. അത് നിയമപരമായും നിയമപരമല്ലാതെയും ഇടപെടാൻ ഉള്ള ചാൻസ് വളരെ അധികമാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. 2, ഈ സൂപ്പർ സ്റ്റാറുകൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് അല്ല, ഇവരെല്ലാം ഒരു ജനതയുടെ ഇമോഷനാണ്. അതുകൊണ്ട് ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവം, ആ സ്വഭാവം കൊണ്ട് ഇവരുടെ ഫാൻസിനോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിക്കോ എന്തെങ്കിലും ഇമോഷണലി ഒരു മുറിവേൽക്കുകയാണെങ്കിൽ
അത് ഈ ഏജൻസികൾക്കെതിരെയുള്ളൊരു ബോയ്ക്കോട്ടിന് വഴിയൊരുക്കും. 3, ജീവിച്ചിരുന്നപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകൾക്കുണ്ടായിരുന്ന ഒരു ഐഡിയോളജി, ആ ഐഡിയോളജിക്കെതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് AI വെച്ച് ഇവർ സിനിമയിൽ ചെയ്യുന്നതെങ്കിൽ അതും ഇവരെ നെഗറ്റീവായി ബാധിക്കും. വലിയ പ്രക്ഷോഭം ഉണ്ടാവാൻ വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിലേക്ക് ഫസ്റ്റ് മൂവ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഏജൻസി ആരാണോ അവരായിരിക്കും ഇവിടുത്തെ കോടീശ്വരന്മാർ. ഇത് നടക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ 100% ഇത് ഇങ്ങനെ തന്നെയാവും നടക്കുക എന്ന് ഈ വീഡിയോ കൊണ്ട് അർത്ഥമില്ല. ഇത് എൻ്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്.